ഞാൻ നോട്ടീസ് ചെയ്യാൻ കാരണം ഞാനാണ് എന്തായാലും അടിപൊളിയായിരുന്നു മിസ്. ഡാൻസും എല്ലാം കൊള്ളായിരുന്നു. ഞങ്ങക്ക് ഉണ്ടാവോ ഇങ്ങനെയൊക്കെ? പിന്നെ നിങ്ങൾക്ക് വേണ്ടേ? വേണം മിസ്സേ, വേണം വേണം വേണം. എന്താ ഇവിടെ വന്നത് ഡിപ്ലോമ കോഴ്സിലെ കുട്ടികള് എല്ലാവരും ദൂരെയുള്ള കുട്ടികളാണ്. കുറെ പേര് തിരുവനന്തപുരം, പിന്നെ പാലക്കാട്, വയനാട്, മലപ്പുറം, കണ്ണൂര് എല്ലാവരും കുറെ പേര് പാരന്റ്സിന്റെ കൂടെ വന്നു, കുറെ പേര് ഒറ്റയ്ക്ക് വന്നു. ബോയ്സ് കുറച്ച് പേര് ഒറ്റയ്ക്ക് വന്നത്. പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വന്ന്, ബ്രദേഴ്സിന്റെ കൂടെ വന്നത്. ഇങ്ങനെയൊക്കെ എല്ലാവരും എത്തി. നിങ്ങൾക്ക് വെക്കാൻ പറ്റും. കാണാം. ഓക്കെ, നിങ്ങൾക്ക് വരണമെന്ന് തോന്നില്ല അത് കണ്ടപ്പോ? ഷാന കയറിയിട്ടില്ലേ ക്ലാസ്സില്? ഷാന കയറിയിട്ടില്ല. കേറിയിട്ടില്ല തോന്നുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? ഏകദേശം ക്ലാസ് ഒക്കെ തീരാറായി അല്ലേ? ആണോ? എന്താണ് ഉണ്ടാതിരിക്കുന്നത്? യെസ് മാം, തീരാറായി. എക്സാം എപ്പോഴായിരിക്കും മാം? അടുത്ത മാസം എക്സാം. നമുക്ക് മോഡൽ എക്സാം പറഞ്ഞിരുന്നോ ടീച്ചേഴ്സ്? ഈ മന്ത് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അതിനുശേഷം വന്നില്ല. പറയുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എഴുതിയെടുക്കാറുണ്ടോ നിങ്ങളെ? മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ വരാറില്ലേ? ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറില്ലേ? അത് എഴുതിയെടുക്കാറുണ്ടോ? എഴുതിയെടുക്കാറുണ്ട്. ടീച്ചർ എഴുതി തരുന്ന നോട്ട്സുകൾ, ഞാൻ തരുന്ന നോട്ടുകൾ നിങ്ങൾ അത് പഠിക്കണം കേട്ടോ. ഏകദേശം അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത് എക്സാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ വ്യത്യാസമൊക്കെ വല്ലതുണ്ടോ? വ്യത്യാസങ്ങൾ ഉണ്ടാവായിരിക്കും. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാണ് പാടുന്നത്? ഞാൻ ചെയ്യാം. വിദ്യയ്ക്ക് ക്ലാസ്സിലുണ്ടോ? കൊറേയായി മിസ്സേ കേറാതെ. കേറാറില്ലേ? കേറാറുണ്ട്, ഇപ്പൊ കുറച്ച് നാളെ കേറാതെ. മുമ്പേ കറിക്കൊണ്ടായിരുന്നു. ഞാൻ പേര് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതെ അല്ലേ? പഠിക്കോളൂ. ആദിചൈതന്യമേ ഞങ്ങളിൽ നിത്യവും ആദിത്യ സ്നേഹം ചൊരിയണമേ. സത്യം സമത്വം സഹോദര സ്നേഹവും നിത്യവും ഞങ്ങൾ കനിയണമേ. ഇരുളിൽ പ്രകാശമായി ധരയിൽ പ്രശാന്തിയായി ഇടറും പാദങ്ങൾക്ക് വഴി നൽകണേ. കനിവിന്റെ കനലായി അറിവിന്റെ കതിരായി അനുദിനം ഞങ്ങൾക്ക് കൃപയേകണേ. ആദിചൈതന്യം ഞങ്ങളിൽ നിത്യവും ആദിവ്യ സ്നേഹം ചൊരിയണമേ. സത്യം സമത്വം സഹോദര സ്നേഹവും നിത്യവും ഞങ്ങൾ കനിയണമേ. നിത്യവും ഞങ്ങൾ കനിയണമേ. Good afternoon all. Today's thought is education is a movement from darkness to light. വിദ്യാഭ്യാസം എന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ചലനമാണ്. സൈനിങ് ഇൻ ബൈ നിധി. താങ്ക് യു മാം. Yes. Okay.
നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡ് പറഞ്ഞിരുന്നോ? പറഞ്ഞു മിസ്സേ, കുറച്ച് ഒരു വൺ ലൈൻ എഴുതിണ്ടേ. നമ്മളൊരു ഡെഫിനിഷൻ തന്നിട്ടില്ല, അത് നോട്ട് ചെയ്തോ നിങ്ങള്? എന്താണ് എക്സ്പെരിമെന്റ് എന്ന് പഠിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നോ? അത് കംപ്ലീറ്റ് ആക്കിണ്ടല്ലോ മിസ്സേ. ഫസ്റ്റ് ലൈൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാട്ടെ. അത് ഈ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ പഠിക്കണ്ട, കുറച്ച് ട്രൈ ആക്കുന്ന തന്നിട്ടുണ്ടോ? എക്സ്പെരിമെന്റ് ഓർ റിസർച്ച് മെത്തേഡ് ഈ സൈക്കോളജി എന്ന് തുടങ്ങിയല്ല, എങ്ങനെയല്ല തന്നിരിക്കുന്നത്? അതെ മിസ്സേ. Experiment or research method in psychology is a scientific method. അവിടെ വരെ എഴുതിയോ? That studies Yes, ma'am. cause and effect relationship by manipulating variables. അവിടെ വരെ എഴുതിയോ? സയന്റിഫിക് മെത്തേഡ് വരെ എഴുതിയിട്ടുള്ളൂ. Scientific method. Okay. ഒന്നുകൂടി പറയാം. The experiment or research method in psychology is a scientific method that studies cause and effect relationship. Cause and effect എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയാൽ മതി. Cause and effect relationships by manipulating variables. എഴുതിയോ? യെസ് മാം. ഓക്കെ. അപ്പൊ എന്താണ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് അത് സൈക്കോളജിയിലുള്ള ഒരു മെത്തേഡാണ്. അല്ലെ, ഇറ്റ്സ് എ സയന്റിഫിക് മെത്തേഡ്, വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സ്, അല്ലെ, കാര്യകാരണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ബൈ മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ്. മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സങ്കല്പമാണ്, അല്ലെ, നമ്മൾക്കൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്നത്. അല്ലെ, നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് തന്നെ അത് എത്തിച്ചേരണമെന്നില്ല പരീക്ഷണം ചെയ്യുന്ന സമയത്ത്. അല്ലെ, ഒരു പരീക്ഷണത്തിന് ഇന്ന കാര്യങ്ങളെ നടപ്പിലാകും. പ്രത്യേകിച്ച് ഒരു റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു പരീക്ഷണം ചെയ്ത സമയത്ത് അതേ റിസൾട്ട് തന്നെ ലഭിക്കുമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. അല്ലെ, ഇത് ഡിപ്പെൻഡബിൾ ആണ് ഓരോ കണ്ടീഷൻസ് അനുസരിച്ച്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും എന്താണ് അതിന്റെ റിസൾട്ട് ഇത് തന്നെയാണ് നമുക്ക് ഉറച്ചു പറയാനായിട്ട് സാധിക്കില്ല. അതിനെ തന്നെയല്ലേ നമ്മൾ പരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷിച്ച് നോക്കുകയാണ്, അല്ലെ, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്. അതിൽ എന്തും സംഭവിക്കാം, അല്ലെ, കാര്യകാരണങ്ങൾ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കാം, അല്ലെങ്കിൽ കണ്ടെത്തിയില്ല എന്ന് പറയാം. ഇതിന് പ്രത്യേകമായ ഒരു നിർവചനം നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ലെ, നമ്മൾ എന്തിനാണ് പരീക്ഷണം ചെയ്യുന്നത്? എന്തിനാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞേ. എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്തിനാണ്? അവിടെ ഒന്നും നോക്കണ്ട, പറഞ്ഞേ. എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സയൻസിലൂടെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നു, ഇതിനു വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും തെളിയിക്കാനൊക്കെ എക്സ്പെരിമെന്റ്, എന്തെങ്കിലും തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഓക്കെ, തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു പരീക്ഷണമാണ്, അല്ലെ. ഇത് ചിലപ്പോൾ വിജയിച്ചിരിക്കാം, ചിലപ്പോൾ എന്താണത് പാളിപ്പോയിരിക്കാം. നമുക്കതില് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വിജയം ഉറപ്പാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് എക്സ്പെരിമെന്റ്സിൽ എന്താണ് നല്ല ഫലങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ അത് കുറെ കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തുന്നത്. സാങ്കല്പികമായിട്ടുള്ള കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണങ്ങൾ നടത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത്? നമ്മൾ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള കുറെ കാര്യകാരണങ്ങളാൽ കൊണ്ട് തെളിയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? എക്സ്പെരിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. തന്നിരിക്കുന്ന ഡെഫിനേഷൻ അതിനോട്ടാക്കി പഠിച്ചു വെക്കാം. അടുത്ത മെത്തേഡാണ്
അടുത്ത മെത്തേഡ് പറയട്ടെ, ഡിഫറൻഷ്യൽ ഓഫ് സർവേ മെത്തേഡ്. ഡിഫറൻഷ്യൽ ഓഫ് സർവേ മെത്തേഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്ത് മെത്തേഡാണ്, എന്ത് മെത്തേഡ് ആയിരിക്കാം? അതിലൊന്നും നോക്കാതെ പറഞ്ഞേ. സർവേ മെത്തേഡ്. സർവേ ചെയ്യുന്ന എന്തിനാണ് നമ്മള്? സർവേ കണക്കെടുപ്പ്. കണക്കെടുക്കുന്നു അല്ലെ. അപ്പൊ അതൊന്ന് വായിച്ചു, ഒരാളൊന്ന് വായിച്ചേ, മെത്തേഡ് എന്താണെന്നൊന്ന് വായിച്ചേ. Differential or survey method. Differential methods are based upon individual differences. It is sometimes called statistical method for the reason that statistical techniques become the major devices for studying individual difference. This method utilizes various techniques of controlling data like questionnaires, observation interview, and use of statistics in analyzing the data. ഓക്കെ, യെസ്. എന്താണ് സർവേ മെത്തേഡ്? നിങ്ങളൊക്കെ ഓരോ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർവേക്ക് വന്നവർക്ക് നമ്മൾ ഉത്തരം നൽകിയിട്ടുണ്ടാവും അല്ലേ? ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സർവേക്ക് വന്നിട്ടുണ്ടാവില്ലേ വീടുകളില്? യെസ്. അപ്പൊ അതില് അവര് വരുന്ന സമയത്ത് എന്താണ്, അവര് നേരെ വന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് പോകുന്നത് അല്ല, ഒരു സ്ട്രക്ചറിൽ നോക്കി കുറെ കാര്യങ്ങൾ ചോദിക്കും. then അതിനനുസരിച്ച് അവരത് മാർക്ക് ചെയ്യും. നമ്മളുടെ നിന്നുള്ള കിട്ടുന്ന ഡാറ്റ, നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ഡാറ്റ അല്ലെ, നമ്മൾ പറയുന്ന റിസൾട്ട് അവരവിടെ എൻ്റർ ചെയ്യും. ഓക്കെ, ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ആ ഒരു മെത്തേഡ് പൂർത്തീകരിക്കുന്നത്. എത്ര പേര് ഇന്ന കാര്യങ്ങളിൽ ഒരേപോലെ ആൻസർ ചെയ്തു. അപ്പൊ അവരാ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ടായിരിക്കും എന്താ ഈ ചിലപ്പോ കുടിവെള്ള ലഭ്യതയെ കുറിച്ചിട്ടുള്ള ഒരു സർവേ ആയിരിക്കും അല്ലെ. കുടിവെള്ളം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കിട്ടുന്നുണ്ട്, ഓരോ വീടുകളിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവേ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ച് അല്ലെ, നമ്മൾക്ക് പരിസര പ്രദേശം വരുന്ന എന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള സർവേ. അപ്പൊ ഓരോ കണ്ടീഷൻസ്, ഓരോ കുട്ടികൾ എന്തൊക്കെ അസുഖങ്ങൾ കാണപ്പെടുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ എന്താണ് ഒബ്സർവേഷൻ നടത്തി ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഡിഫറൻഷ്യൽ മെത്തേഡ് ആർ ബേസ്ഡ് അപ്പോൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താണ് വ്യത്യസ്ത രീതികള് വ്യക്തിഗത വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഡിഫറൻഷ്യൽ മെത്തേഡ്സ് ആർ ബേസ്ഡ് അപ്പോൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇപ്പൊ സർവേ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് എല്ലാ വീട്ടുകാരും ഒരേപോലെ, അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസ് ഒരേപോലെ ആയിരിക്കും ആൻസർ ചെയ്യുന്നത് അല്ല, പല കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അല്ലെ. പല കാര്യങ്ങളും പേഴ്സണൽ ഡീറ്റെയിൽസും അല്ലാത്ത ഡീറ്റെയിൽസ് ഒക്കെ എന്തായിരിക്കും, എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അവിടെ എന്തുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഓരോ വ്യക്തികളിലും അവിടെ സർവേ ചെയ്യുന്ന സമയത്ത് എല്ലാവരും വലിയ രീതിയിലായിരിക്കും ആൻസർ തരുന്നത്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും കിട്ടുന്നത്. ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ ദ റീസൺ ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ബിക്കം മേജർ ഡിവൈസ് ഫോർ സ്റ്റഡിയിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. എന്താ പറയുന്നത്? അപ്പോ സർവേ മെത്തേഡ് ചെയ്യുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസിലും സർവേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സർവേസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അതിന് പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. മെത്തേഡ് യൂട്ടിലൈസ് വേരിയസ് ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമ്മൾ പല ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സർവേ നടത്തപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഡാറ്റ കൺട്രോൾ ചെയ്യുന്നതിന് എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കുന്നു? ക്വസ്റ്റിനെയേഴ്സ്. ക്വസ്റ്റിനെയർ എന്താണ്? ചോദ്യാവലി. ചോദ്യാവലികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യങ്ങൾ ചോദിച്ച് ഒബ്സർവേഷൻ നടത്തുന്നു. ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്താണ്? അഭിമുഖം. അതിലൂടെ എന്ത് കളക്ട് ചെയ്യാം? ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാം, വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. ആൻഡ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ അനലൈസിംഗ് ദ ഡാറ്റ. പിന്നെന്താണ്? ഡാറ്റ വിശകലനം ചെയ്യുന്നതിൽ സ്ഥിതിവിവര കണക്കുകളും ഉപയോഗം. അതായത് ക്വസ്റ്റിനെയേഴ്സിലൂടെ, ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെയാണ് എന്ത് ആ ഡാറ്റാസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? സർവേ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, ടെക്നിക്സുകൾ എന്തൊക്കെയാണ് അവിടെ? ക്വസ്റ്റിനെയർ ആൻഡ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നേ. നെക്സ്റ്റ് ഉള്ളവരെ അണ്ടർലൈൻ ചെയ്തിടാം. ക്വസ്റ്റിനെയേഴ്സ്, ഒബ്സർവേഷൻ, ഇന്റർവ്യൂ.
എന്തിനാണ് ഇങ്ങനെ ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് സർവേ ചെയ്യുന്നത് നമ്മള്? എങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റ കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇങ്ങനെ ചിലപ്പോ ഒരു ചോദ്യാവലിയിൽ ചിലപ്പോ ഒരാൾക്ക് വേണ്ടി ഒരു 15 ചോദ്യങ്ങളോ 20 ചോദ്യങ്ങളോ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് കോളം തിരിച്ചായിരിക്കാം അല്ലെ. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. നിങ്ങളുടെ പരിസരത്ത് കുടിവെള്ളം ലഭ്യമാണോ? യെസ് ആണെങ്കിൽ യെസ്. അങ്ങനെ ചോദ്യാവലി നിങ്ങൾ കണ്ടിട്ടില്ലേ? സർവേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും ഒക്കെ വീടുകളിൽ വന്നിട്ട് അല്ലേ? അറിയാലോ. അതെ, എന്നും കൂടി ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, യെസ്. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സ്ട്രക്ചേർഡ് രൂപത്തിൽ ഒരു ചോദ്യാവലി രൂപത്തിൽ അല്ലെങ്കിൽ ഒരു അഭിമുഖം നടത്തുന്ന വഴി എന്താണ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. അതും ഇന്റർവ്യൂ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവർ നടത്തുന്നത്? അതിലും ഉണ്ടാവാൻ ക്വസ്റ്റ്യൻസ് അല്ലെ, അതിലും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി നേരിട്ട് മുഖാമുഖം നടത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ മെത്തേഡ്. അതിലൂടെ എന്ത് കളക്ട് ചെയ്യാൻ പറ്റും? ശേഖരണം നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഡിഫറൻഷ്യൽ ഓഫ് സർവേ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? സർവേ മെത്തേഡ് എന്താണെന്ന്? ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പൊതുക്കളയുന്നുണ്ടോ നിങ്ങൾ? ഹലോ ഹലോ, എന്താ മാം? എന്താ മിസ്സേ? ഞാൻ ചോദിച്ചത് അല്ല, ഞങ്ങളെല്ലാവരും സംസാരിക്കായിരുന്നു. ഓക്കെ, സർവേ മെത്തേഡ് മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. യെസ് മാം, മനസ്സിലായി. മനസ്സിലായി. യെസ് മാം. ലാസ്റ്റ് ടോപ്പിക് ആണിത്. ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Techniques and the tools of educational psychology. Selection of suitable techniques and tools helps the investigator in exploring the diverse terms of the study and sufficient measure so as to satisfy the needs. Techniques and tools in education psychology. Education psychology എന്താണ്? പലതരത്തിലുള്ള ടെക്നിക്സുകളും ടൂൾസും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇതിന് വേണ്ടിയിട്ട് പഠനങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു പഠനത്തെ പൂർണ്ണമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൂടുതൽ എന്താണ് വളരെ ഈസി ആക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ ടെക്നിക്സുകളും ടൂൾസുകളും വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള ടെക്നിക്സും ടൂൾസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? എന്തെങ്കിലും അറിയാമോ? എന്തൊക്കെ ടെക്നിക്സുകളാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ നടത്തപ്പെടുന്നു. നോട്ട് ചെയ്ത് വെക്കാം. അച്ചീവ്മെന്റ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, personality test, personality test, personality test. എഴുതിയോ? യെസ് മാം. Then aptitude scale, aptitude scale, aptitude scale. പിന്നെ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? പിന്നെ വേറെ എന്തൊക്കെ മെത്തേഡുകൾ നമ്മൾ പഠിച്ചു? സർവേ മെത്തേഡ്, എക്സ്പീരിമെന്റ് മെത്തേഡ്, അതൊക്കെ എന്തിൽ വരുന്നതാണ്? ടെക്നിക്സ് ആൻഡ് ടൂൾസിൽ വരുന്ന മെത്തേഡുകൾ പറഞ്ഞല്ലേ. പറഞ്ഞത് ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് സ്കെയില്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ സൈക്കോളജിയിൽ വരുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഒബ്സർവേഷൻ അല്ലെ. പല ടൈപ്സ്, 4 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ പഠിച്ചു. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പിന്നെ ഏതാ പഠിച്ചത്? കൺട്രോൾ
ഒബ്സർവേഷൻ നോൺ കൺട്രോൾ ഒബ്സർവേഷൻ. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ മെത്തേഡ്സ് അല്ലെ, കേസ് സ്റ്റഡി മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ എന്തിൽ ഉപയോഗിക്കുന്നതാണ്? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു മെത്തേഡ് കൂടി പറഞ്ഞില്ല. ആദ്യം പഠിച്ച മെത്തേഡ് ഏതാണ്? ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, പരിശോധനാ രീതി. ഓക്കെ, മെത്തേഡ്സുകളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതികൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ക്ലാസ് റൂമിൽ ഇടും കേട്ടോ, ചെക്ക് ചെയ്തോളാം. ടീച്ചർ എടുത്തിട്ട് ഏതെങ്കിലും നോട്ട് തരാത്തതുണ്ടോ? നോ മാം. അപ്പൊ നമ്മളായിട്ടുള്ള ദൂരമൊക്കെ ഇനി എന്താണ്, കുറഞ്ഞു വരെയാണോ കൂടി വരെയാണോ? ക്ലാസ് തീരാറായി അല്ലേ? ഓക്കെ, യെസ്. ഇനി നമുക്ക് ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുള്ളൂ. എന്നോട് പറഞ്ഞതിൽ ഒരു ചാപ്റ്റർ ബാക്കിയുള്ളൂ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ? നീഡ്സ് ഒക്കെ എടുത്താണോ? നീഡ്സ് ഒക്കെ എടുത്തു മാം. മാസ്ലോവിന്റെ തിയറി ഒക്കെ പഠിച്ചോ നിങ്ങള്? അബ്രഹാം മാസ്ലോന്റെ ഹൈറാർക്കിക്കൽ തിയറി പഠിച്ചോ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പഠിച്ചിരുന്നു മാം. മിസ്സിന്റെ ഡാൻസ് നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് പറയാൻ തുടങ്ങുമായിരുന്നു മിസ്സേ. ആ, ഓക്കെ. യൂണിറ്റ് 10 ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണാമോ? PDF കാണാമോ? ഈ ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ പോകുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് വ്യത്യാസം. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്കുള്ളത്? എന്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്? സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും, ആറ്റിറ്റ്യൂഡില് വ്യത്യാസം ഉണ്ടാവും. ടെസ്റ്റ് നോക്കിയിട്ടാണോ പറയണേ? അല്ല മാം. ശരീരഘടനകളിലെ വ്യത്യാസം, ഹൈറ്റ്, വെയിറ്റ്. ഓക്കെ, നോക്കാം. It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all other aspects. Now, two individuals are similar, not even identical twins. Individuals. മിസ്സേ, എന്തോ PDF സ്ക്രീനിൽ കാണുന്നില്ല, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? അല്ലേ? കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നെറ്റ് ഇഷ്യൂ ആയിരിക്കൂടാ അവിടത്തെ. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുള്ളൂ, അതുകൊണ്ടാ. ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേൾക്കാമോ? Unquestionable fact that human beings resemble each other in certain aspects. എന്താ പറയുന്നത്? അൺക്വസ്റ്റ്യനബിൾ ഫാക്റ്റ് ആണെന്നാണ് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച്. അതായത് ചില കാര്യങ്ങളിൽ മനുഷ്യർ എങ്ങനെയാണ് പരസ്പരം സാമ്യമുള്ളവരാണെങ്കിൽ കൂടി, പക്ഷെ നമ്മൾ ചില ആസ്പെക്ട്സിൽ എന്തായിരിക്കും, നമ്മളിൽ എന്തായിരിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരേപോലെയല്ല, എല്ലാവരിലും എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, ഡിഫറൻസസുകൾ പല ആസ്പെക്ട്സിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരേപോലെയല്ല എന്നുള്ളത് എന്താണ്? അതൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ്. എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കാം ഒരു വ്യക്തിയിലൊക്കെ ഉണ്ടായിരിക്കേണ്ടത്? പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെ? നമുക്കതിനെ നമുക്ക് നോട്ടീസ് ചെയ്ത് തന്നെ പറയാൻ പറ്റും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സണ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വരും, നോക്കാം.
നൗൺ ആണ് കേട്ടോ. നൗൺ ആണോ നിങ്ങളുടെ അടുത്ത് എടുക്കുന്നത്? നൗൺ ആണോ? നോ എന്നാണ് കിട്ടുന്നത്. നൗൺ ആണോ? No No. two individuals. അങ്ങനെയാണോ കിടക്കുന്നത്? Yes, ma'am. Yes. രണ്ട് ഇൻഡിവിജ്വൽസുകൾ സിമിലർ ആണോ എന്നാണോ പറയുന്നത്? സമാനമല്ല അല്ലേ? രണ്ട് ഇൻഡിവിജ്വൽസ് സമാനമാണോ, ഒരേപോലെയാണോ ഇരിക്കുന്നത്? രണ്ടും രണ്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അല്ലേ? രണ്ടിലും എന്തുണ്ടായിരിക്കും? ഡിഫറൻസസ്, വ്യത്യാസങ്ങള് ഉണ്ടായിരിക്കും. നോട്ട് ഈവൻ ഐഡന്റിക്കൽ ട്വിൻസ്. ഒരേപോലെയുള്ള ഇരട്ടകൾ ഉണ്ടായിരിക്കും. ഒരേപോലെയുള്ള ഇരട്ടകൾ ഉണ്ടാവോ? ട്വിൻസ് ഒരേപോലെ തന്നെ ആയിരിക്കുമോ? Identical. അതെ. പക്ഷത്തിലായിരിക്കും അല്ലേ? പക്ഷെ സ്വഭാവം വ്യത്യാസം ഉണ്ടാവും. സ്വഭാവം വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലും ഓർഗൻസിൽ അല്ലെങ്കിൽ ബോഡി ഷേപ്പിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലെ? ആരും ഒരേപോലെ ആയിരിക്കില്ല അല്ലെ? അത് തന്നെയാണ് എന്ത് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണെന്ന് പറയാൻ കാരണം. ട്വിൻസ് ആണെങ്കിൽ കൂടി പലരും വാദിക്കുന്നുണ്ട് ട്വിൻസിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളില്ല. പക്ഷെ അങ്ങനെയല്ല. ട്വിൻസിൽ എന്തുണ്ട്? അയാളുടെ സ്വഭാവമായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. അയാളുടെ ചിലപ്പോ ശബ്ദമായിരിക്കില്ല ആൾക്ക് ഉണ്ടാവുന്നത്, മറ്റവർക്ക് ഉണ്ടാവുന്നത്. പിന്നെന്താണ്, ചെവിക്കോ അല്ലെങ്കിൽ മൂക്കിനോ കണ്ണിനോ എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സിൽ വ്യത്യാസം, മാനസികത്തിൽ വ്യത്യാസം, അങ്ങനെ പല കാര്യങ്ങളില് അവരിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ട്വിൻസിൽ വരെ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഡിഫറൻസുകള് ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ദർ ഇന്റലിജൻസ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ട്വിൻസിൽ വ്യത്യാസം വരുന്നത്? ദർ ഇന്റലിജൻസ് അല്ലെ? ബുദ്ധിപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ആപ്റ്റിറ്റ്യൂഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്താണ്? താല്പര്യങ്ങൾ. ദെൻ ആറ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞേ. എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ അഭിരുചി. അഭിരുചിയാണ്. എന്തിനോടെങ്കിലുള്ള പ്രത്യേകമായ ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഒരു സ്കില്ലോ അല്ലെങ്കിൽ നോളജ്. ദെൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനോഭാവമാണ് അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഭാവമാണ്. അല്ലെങ്കിൽ കാര്യത്തിലുള്ള നമ്മളുടെ ആ ഒരു വീക്ഷണം എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു സ്വഭാവം അല്ലെ? ദെൻ അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അപ്പൊ എന്തൊക്കെയാണ് ഒരാളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഒന്ന് ഇന്റലിജൻസ്, ബുദ്ധി. പിന്നെന്താണ്? ആപ്റ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാകാം. ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം. ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ എന്താണ്, മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവാം. പിന്നെന്താണ്, മറ്റ് വ്യത്യസ്ത സവിശേഷതകൾ, മറ്റ് അതർ പേഴ്സണൽ ട്രേറ്റ്സ് എന്താണ്, മറ്റ് സ്വഭാവ സവിശേഷതകള് എല്ലാം കൂടി എന്താണ്, അതിലും എന്തുണ്ടായിരിക്കാം? വ്യത്യാസങ്ങൾ ഉണ്ടാകാം. Then these disparities between individuals and that separate them from one another and make one as a distinctive individual in oneself are termed as individual difference. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു പലരിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യത്യാസങ്ങളാണ്, ഈ ഡിസ്പാരിറ്റീസ് തമ്മിലുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളെ വ്യത്യസ്തനാക്കുന്നത് എന്തൊക്കെയാണ്? അയാളുടെ കഴിവുകള്, താല്പര്യങ്ങള്, സ്വഭാവം, ഇതൊക്കെയാണ് വ്യത്യസ്തമാക്കുന്നത് അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനൊരു ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്താണ്? അയാളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് പറയാൻ കാരണമാണ് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ ഒരു ഡെഫിനേഷൻ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളൂ, പഠിക്കണം കേട്ടോ. In psychology എന്ന് വെച്ചിട്ട് ഒരു കോമ ഇടണം കേട്ടോ. എപ്പോഴും അതങ്ങനെ എഴുതുമ്പോ അങ്ങനെ കോമ ഇട്ടിട്ടാണ് എഴുതാനായിട്ട്. In psychology, individual differences ഒരു മിനിറ്റ്.
Okay. In psychology, individual differences refer to the refer to the unique characteristics, unique unique characteristics, 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 comma, unique characteristics, comma, traits, 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 comma, and abilities, that distinguish, distinguish, distinguish one person from another, one person from another. In psychology, individual differences refer to the unique characteristics, traits, and abilities that distinguish one person from another. ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തൊക്കെയാണ് അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, സ്വഭാവ സവിശേഷതകള്, മറ്റ് എബിലിറ്റീസ്, അതാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ മാം. ട്രൈറ്റ്സ് ഒന്ന് എന്താ മാം? ട്രൈറ്റ്സ്, TRAITS. ട്രൈറ്റ്സ് എന്ന് വെച്ചാൽ സവിശേഷത. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവ സവിശേഷത. അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം, നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് എഴുതുക കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. What are the importance of individual differences? What are the importance of individual differences? വ്യക്തിവ്യത്യാസങ്ങളുടെ പ്രാധാന്യം എന്താണ്? What are the importance of individual differences? Note ചെയ്തോ? Yes ma'am. ഹാഫ് പേജോ നിങ്ങളുടെ ഇഷ്ടത്തിൽ അത് കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് അവതരിപ്പിക്കണം. ഓക്കെ മാം. ഓക്കെ, ഇനി നമുക്ക് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോക്കാം. ഇതുവരെ പറഞ്ഞ പാരഗ്രാഫ് ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോക്കാം. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ ഒരു സ്വഭാവം, എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങളാണ് അത് അടങ്ങിയിരിക്കുന്നത് നോക്കാം. The nature of individual differences can be viewed as follows. രണ്ട് മൂന്ന് തരത്തിൽ അതിന്റെ നേച്ചർ ഇവിടെ പറയുന്നുണ്ട്. 3 types of nature ആണ് ഇവിടെ പറയുന്നത്. ഒന്നെന്താണ്? Individual differences are one of degree, not one of kind. Education significance of individual difference. Then areas of individual differences. ഇങ്ങനെ 3 രീതിയിലാണ് അതിന്റെ നേച്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വ്യത്യാസങ്ങളുടെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത് 3 രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം വരുന്ന എന്താണ്? ആദ്യത്തെ ഭാഗം ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. കണ്ടോ? ശ്രദ്ധിക്കണേ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ
വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. എന്താണ് അങ്ങനെ പറയുന്നത്? വൺ ഓഫ് ഡിഗ്രി, ഇവിടെ ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഡിഗ്രി അതായത് വ്യക്തി വ്യത്യാസങ്ങൾ. ഡിഗ്രി ഡിഗ്രി എന്ന് വെച്ചാൽ അളവിൽ എന്താണ്? അളവിൽ അത് ഒന്നാണ്. എല്ലാവരും വ്യക്തി വ്യത്യാസങ്ങൾ എന്താണ്? അതിന്റെ ഡിഗ്രി ഡിഗ്രിയിലൂടെ ഉദ്ദേശിക്കുന്നത് അളവാണ് അല്ലെ? വ്യക്തി വ്യത്യാസങ്ങൾ അളവിൽ ഒന്നാണ്, പക്ഷെ നോട്ട് വൺ ഓഫ് കൈൻഡ്. എന്താണ് നോട്ട് വൺ ഓഫ് കൈൻഡ് എന്ന് പറഞ്ഞ എന്താണ്? അതിന്റെ തരത്തിലെ തരം പല ടൈപ്സ് ഉണ്ടാവും തരത്തിൽ, പക്ഷെ അത് എന്തല്ല? ഒന്നല്ല എന്നാണ് പറയുന്നത്. അളവില് എങ്ങനെയായിരിക്കും? ഒരേപോലെയാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അളക്കുമ്പോൾ ഒരേപോലെയാണ്, പക്ഷെ അതിന്റെ തരം അതിന്റെ ടൈപ്സ് എന്താണ്? അത് ഒരേപോലെയല്ല. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്താണ്? വൺ ഓഫ് ഡിഗ്രി, അളവിൽ അത് ഒന്നാണ് അല്ലെ? ഒരു മെഷർ ചെയ്യുമ്പോൾ അത് അളവിൽ ഒന്നാണ്, പക്ഷെ നോട്ട് വൺ ഓഫ് കൈൻഡ്, അത് തരത്തില് ഒന്നല്ല അല്ലെ? പല ടൈപ്സിൽ ഉണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒരു ടൈപ്പ് മാത്രമല്ല, പല ടൈപ്സിൽ പല കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസുകളുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന്റെ കളർ എങ്ങനെയായിരിക്കും? ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും അല്ലെ? പക്ഷെ ടൈപ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. എന്തൊക്കെയാന്ന് നോക്കാം. ഓൾ പേഴ്സൺസ് ഡു ഹാവ് കോമൺ ഹ്യൂമൻ ട്രെയ്റ്റ്സ്. എല്ലാ വ്യക്തികളിലും എന്തുണ്ട്? കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. കോമൺ ആയിട്ടുള്ള ഒരു മാനുഷിക സവിശേഷതകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മളിൽ എല്ലാവരിലും എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ട്രെയ്റ്റ്സ്? എന്താണ് എല്ലാ മനുഷ്യരിലുള്ള? എന്താണ്? എല്ലാരും ചിരിക്കും, എല്ലാരും കരയും. എല്ലാവരും ചിരിക്കും, എല്ലാവരും കരയും, എല്ലാവർക്കും വിശപ്പുണ്ട്, എല്ലാവർക്കും ദാഹമുണ്ട് അല്ലെ? അത് കോമൺ ട്രെയ്റ്റ്സ് അല്ലേ? പിന്നെ ദേഷ്യവും വാശി, ഇതൊക്കെ എന്താണ്? എല്ലാവരിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സങ്കടം, ഇമോഷൻസ് ഒക്കെ എന്താണ്? എല്ലാവരിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് എമൗണ്ട് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സച്ച് ട്രെയ്റ്റ്സ് ഡിഫർ ഫ്രം person that leads to uniqueness of personality and behavior. പക്ഷെ ആ കോമൺ ആണെങ്കിൽ പോലും എന്താണ്? ആ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ സവിശേഷതയിൽ കുറച്ചൊക്കെ എന്തെങ്കിലും എന്തുണ്ടായിരിക്കും? ഡിഫറൻസസ് ഓരോ വ്യക്തിയിലും. കോമൺ ആണ് കുറെ കാര്യങ്ങൾ. ചിലവരിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനിങ്ങനെ വളരെ പതുക്കെ ചിരിക്കുന്നു, എന്ത് കാര്യം പറഞ്ഞാൽ വളരെ പതിയെ ചിരിക്കുന്നു. പക്ഷെ ചിലവരെങ്ങനെയായിരിക്കും? ചില കാര്യങ്ങൾ കേട്ടാൽ നല്ലതായിക്കോട്ടെ ചിറ്റായിക്കോട്ടെ, ചില കാര്യങ്ങൾ കേട്ട് എന്താണ്? പൊട്ടിച്ചിരിക്കും. എന്ത് ചെറിയ കാര്യമാണെങ്കിലും എന്തായാലും പൊട്ടിച്ചിരിക്കും. നമ്മളെല്ലാവരും കോമൺ ആയിട്ടുള്ള കാര്യമാണ് ചിരിക്കുക എന്നുള്ളത് അല്ലെ? അത് പല രീതിയിൽ ചിരിക്കാം അല്ലെ? ചെറുതായിട്ട് ചിരിക്കാം. ഒരാൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ തന്നെ എന്ത് വലിയ കാര്യം കേട്ടാലും കാര്യം കൊണ്ടുപോകണം ആ ഒരു ചിരി, ആളുടെ ചിരി അത്രേ ഉള്ളൂ, ഒരു ചിരി അത്രേ ഉള്ളൂ. പക്ഷെ ചിലവരെങ്ങനെയായിരിക്കും? ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും, ചിരിച്ച് 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 കുഴഞ്ഞു മറിയും അല്ലെ? അങ്ങനെയുള്ള കാറ്റഗറി. അപ്പൊ കോമൺ ആയിട്ടുള്ളതിൽ തന്നെ എന്താണ്? പലതരത്തില് അതിന്റെ എമൗണ്ടിൽ കുറച്ച് വ്യത്യാസം വരുന്നു. പിന്നെ നമ്മള് ചിലവര് കരച്ചിൽ എന്താണ്? ഉള്ളിലടക്കി പിടിച്ച് കരയാൻ സാധിക്കും അല്ലെ? പക്ഷെ കുറേശ്ശെ കരയാവും. ചിലവരെന്താണ്? പൊട്ടിക്കരയും അല്ലെ? അലറിക്കരയും, പല രീതിയിൽ കരച്ചിലുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, മനസ്സിലായോ? അത് അതേപോലുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ എന്താണ്? അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട് അല്ലെ? മോഡലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ that leads to uniqueness of personality and behavior. Then, so that concept of individual differences means to qualitative differences found. എന്താണ് യെസ് എന്നിട്ട് നിങ്ങള് എന്താണ് യെസ് എന്ന് കമന്റ് ചെയ്തത്? സ്ക്രീൻ കാണാൻ പറ്റുന്നോന്ന് ഒരാൾ ചോദിച്ചായിരുന്നു മിസ്സേ. ഷെയർ ചെയ്തേക്കുന്നേ, പ്രസന്റ് ചെയ്തേക്കുന്നേ അതാ. കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. കാണാം, ആർക്കോ കാണുന്നില്ലത്. ആണോ? അയ്യോ, ആരാണ് കാണാത്തത്? കാണാത്താളെന്ന് പറഞ്ഞ് സ്ക്രീൻ കാണാത്തായിരിക്കാണ്. ഫാത്തിമയാന്ന് തോന്നിട്ടേക്കുന്നേ, ഫാത്തിമ. നേരത്തെ എനിക്ക് കാണുന്നില്ലേനു, പക്ഷെ ഇപ്പൊ അത് ഞാൻ ആ ഇട്ടിട്ടുണ്ട്. ഓക്കെ. Yes.
So the concept എന്താ പറയുന്നത് of individual differences means qualitative differences found among individuals in respect of specific trait of various traits. അതായത് ഒരാളിൽ ഉണ്ടാവുന്ന ഇതിൽ പ്രധാനമായിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഒരാളുടെ സ്വഭാവങ്ങൾ ഒരേപോലെ ആയിരിക്കും, ചില കോമൺ ആയിട്ടുള്ള സ്വഭാവ രീതികൾ ഒരേപോലെ ആയിരിക്കും, പക്ഷെ അതിൽ എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും? അതിന്റെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസസുകൾ കാണിക്കാം അല്ലെ. സ്പെസിഫിക് ആയിട്ട് പ്രധാന സവിശേഷതകളിൽ എന്തായിരിക്കും? ഒരാൾക്ക് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കും, ആ ക്വാളിറ്റിയിൽ പോലെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ളത് ഒരാളിൽ ഉണ്ടാവുന്ന ക്വാളിറ്റി ആയിരിക്കില്ല മറ്റൊരാളിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, എന്നേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ വൃന്ദയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. അപ്പൊ വൃന്ദയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരികയാണ് അല്ലെ. അപ്പൊ വൃന്ദയും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്ക് കുറച്ചായിട്ട് കളിക്കാൻ അറിയാം, പക്ഷെ എന്റെ സെയിം ക്വാളിറ്റി തന്നെ വൃന്ദയ്ക്ക് കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് കളിക്കാനായിട്ട്. അപ്പൊ അളവിൽ വ്യത്യാസം വരുന്നു അല്ലെ. എന്റെ മൂവ്മെന്റ്സ് ചിലപ്പോൾ ചെറുതായിരിക്കാം, വൃന്ദയ്ക്ക് മൂവ്മെന്റ് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ എന്താ വരുന്നത്? അളവിൽ വ്യത്യാസങ്ങൾ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്താണ് ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഒരാളുടെ കോമൺ ആയിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവാം, എങ്കിലും എന്താണ് അളവിലെ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഓക്കെ, ഇനി ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരാളുടെ സ്വഭാവത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ്സ്. ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാന നോർമൽ ആയിട്ടുള്ള സവിശേഷതകൾ. ഇന്റർ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമുക്ക് ആദ്യത്തേത് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ് എന്താണ്? അതായത് സ്വഭാവ സവിശേഷത, സാധാരണ ഡിസ്ട്രിബ്യൂഷൻ, സാധാരണ വിതരണം എങ്ങനെയാണ്? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? All measures of traits that contribute to individual differences tend to എന്ന് വെച്ചാൽ കണക്ട് ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. കണക്റ്റഡ് ടു എന്നൊരു മീനിങ് ആണ് ടെൻഡ് എന്നവിടെ പറയുന്നത്. tend to distribute themselves as per the laws of normal probability curve. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ട്രേറ്റ്സ് എന്ന് പറഞ്ഞ എന്താണ്? ഓൾ മെഷേഴ്സ് ഓഫ് ട്രേറ്റ്സ്, എല്ലാ സ്വഭാവ സവിശേഷതകളും നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നോ? അതായത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന സ്വഭാവ സവിശേഷതകളുടെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് എന്താണ് അപ്പൊ നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞാല്? വ്യക്തി വ്യത്യാസങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കർവാണ്. കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? കർവ് എങ്ങനെയാണ്? കർവ് എങ്ങനെയായിരിക്കുന്നത്? നമ്മുടെ ഗ്രാഫിൽ വരക്കുന്ന കർവുകൾ ഉണ്ടല്ലേ? അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസുകൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രോബബിലിറ്റി കർവുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരാളിലെ സ്വഭാവ സവിശേഷതകൾ നോക്കിക്കൊണ്ട് പ്രത്യേകമുള്ള, അതായത് നോർമൽ ആയിട്ടുള്ള സവിശേഷതകൾ ആദ്യം എടുക്കും, അതിനുശേഷം ആരിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നതിനനുസരിച്ചാണ് ആ കർവ് പോകുന്നത്. അത് പല ഷേപ്സിൽ രൂപപ്പെടാം, വെൽ ഷേപ്പ് ആയിട്ട് രൂപപ്പെടാം. അപ്പൊ സ്വഭാവത്തിന് നല്ല ക്വാളിറ്റീസ് ആണെങ്കിൽ ആ കർവ് എങ്ങനെയായിരിക്കും പോകുന്നത്? മുന്നോട്ടായിരിക്കും, ആ ആക്സിസിലേക്കായിരിക്കും പോകുന്നത് അല്ലെ. എന്തെങ്കിലും നെഗറ്റീവ് ക്വാളിറ്റീസുകളാണ് സ്വഭാവത്തിൽ, എന്തെങ്കിലും തരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസ് ആണെങ്കിൽ കർവ് എന്താണ്? പല ഷേപ്സിലേക്ക് കാണാം. വെൽ ഷേപ്സ് ആവാം, വി ഷേപ്സ് ആവാം, പല ഷേപ്സിലും അത് രൂപപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ അളക്കുന്നതിനും എന്തുണ്ട്? ഒരു അളവുകോലുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രോബബിലിറ്റി കർവിന് കുറച്ച് നിയമങ്ങൾ, അതൊന്നും നിങ്ങൾ ഒരുപാട് പഠിക്കാനില്ല നിങ്ങൾക്ക്. അത് എന്താണെന്ന് ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ കർവിന് കുറെ നിയമങ്ങളുണ്ട്. ഒരാളിൽ എത്രത്തോളം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കുറെ റൂൾസും കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തികളിൽ എനിക്ക് നോക്കുന്നത് വ്യക്തി വ്യത്യാസങ്ങൾ അളക്കുന്നത്. അതിനുശേഷമാണ് എന്റെ സൈക്കോളജിസ്റ്റുകൾ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് ആ കർവ് വരക്കപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതെന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായോ? പ്രോബബിലിറ്റി കർവ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രോബബിലിറ്റി കർവുകളെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ്സ് കാണാൻ, അതായത് ഒരാളുടെ സാധാരണ
സ്വഭാവ സവിശേഷതകൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നോർമൽ പ്രോബബിലിറ്റി കർവുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ ലോസ് അനുസരിച്ച് കൊണ്ടാണ് അത് മെഷർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി? ഒരാളിൽ ഉണ്ടാകുന്ന സാധാരണ സ്വഭാവ സവിശേഷത അളക്കാനായിട്ടാണ് നോർമൽ പ്രോബബിലിറ്റി കർവ് നമ്മള് പ്രോബബിലിറ്റി കർവിന്റെ ലോസ് അനുസരിച്ചിട്ടാണ് നമ്മള് സ്വഭാവ സവിശേഷത നോർമൽ ആയിട്ടുള്ളത് അല്ലെ അളക്കുന്നത്. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താണ്? The exist both individual and intra-individual differences. വായിക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെ? അത് വായിച്ചു നോക്കിയത് ഇതൊന്ന് വായിച്ചു നോക്കി നിങ്ങള്. There is exist both inter and individual differences. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് രണ്ട് തരത്തിലുണ്ട് അല്ലെ? ഒന്ന് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തുള്ള വ്യത്യാസങ്ങളാണ് സ്വഭാവം. ഇന്റർ ഇന്റർ മീൻസ് ഇന്റർ ഉള്ളിൽ ഇൻട്രാ മീൻസ് പുറമേയുള്ള. ഒരാൾക്ക് എന്തൊക്കെയുണ്ട്? ഒരാൾക്ക് ഉള്ളിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പുറമെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. രണ്ട് സ്വഭാവങ്ങളുണ്ട് അല്ലെ? ഈ ഉള്ളില് ഇന്റർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഉണ്ട്, പുറമെ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു എന്ത് പേഴ്സണൽ ആണ്? ഇപ്പൊ ഇൻട്രാ ഇൻഡിവിജ്വൽ ആണ് അല്ലെ? ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്, അപ്പൊ നിങ്ങളുടെ പുറമെയുള്ള ബിഹേവിയർ ആണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലെ? പക്ഷെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തിലേക്ക് മാറുന്നു? ഇന്റർ ഇൻഡിവിജ്വൽസിലേക്ക് മാറുന്നു അല്ലെ? നിങ്ങൾ പിന്നെ നിങ്ങളുടേതായ കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നു. അപ്പൊ നമുക്ക് എല്ലാവരിലും എന്തുണ്ട്? രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ്? ഒന്ന് ഇന്റർ ഇൻഡിവിജ്വലോ ഇൻട്രാ ഇൻഡിവിജ്വൽ. Yes, individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same individual when he is studied in a respect of various traits. Individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same. എന്താ അവിടെ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമെന്ന് നോക്കിയേ നിങ്ങൾ. അപ്പൊ ആദ്യം പറഞ്ഞതല്ലേ രണ്ട് സ്വഭാവ സവിശേഷതകളുണ്ട്, അത് വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത്. ഒരു രീതിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ മറ്റു പല രീതികളിൽ ചിന്തിക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വ്യത്യാസങ്ങളുണ്ട്. വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? വൃന്ദ. അതായത് ഒരു രണ്ട് പ്രത്യേക തരത്തിലുള്ള സ്വഭാവമായിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഇൻട്രാ സ്വഭാവങ്ങളും നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇവ തമ്മിൽ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ വ്യക്തികൾ തമ്മിൽ എന്താണ് പലതരത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഇനി വ്യത്യസ്ത സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഓരോ വ്യക്തിക്കുള്ളിൽ എന്തൊക്കെ കാണാൻ സാധിക്കും? നമുക്ക് വ്യത്യസ്തത കാണാനായിട്ട് സാധിക്കും അല്ലെ? ഒരാളെ കുറിച്ച്, ഒരാളുടെ പ്രത്യേക സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ കൂടി എന്താണ് ആ സ്വഭാവത്തിൽ എന്തൊക്കെ കാണാൻ സാധിക്കും? നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. ഒരേ വ്യക്തിക്കുള്ളിൽ തന്നെ എന്താണ്? ഒരേ വ്യക്തിക്കുള്ളിൽ നമുക്ക് പല വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും. എന്താണ്? നമ്മളിൽ എല്ലാവരും പല തരത്തിലുള്ള പല രീതിയിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ? ഉള്ളിൽ ഒരു സ്വഭാവം ഉണ്ട്, പുറമേ ഒരു സ്വഭാവം ഉണ്ട്, നമ്മൾ പറയാറില്ലേ? അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് എന്താണ് ഓരോ വ്യക്തിയിലും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള പല സ്വഭാവ സവിശേഷതകളും നമുക്ക് കണ്ടെത്താനാകും. ഓക്കെ, വേരിയസ് ആയിട്ടുള്ള ട്രേറ്റ്സുകൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ?
എനിക്ക് മനസ്സിലാകത്തുണ്ടോ? ഓക്കെ, യെസ്, അവിടെ വരെ എടുക്കുന്നുള്ളൂ. ഇനി ബാക്കിയുള്ളത് പറയുന്നത് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, ഓരോരുത്തരും മാത്രം ഇപ്പം മിണ്ടണമല്ലോ. ക്ലാസ് ബോറടിച്ചിട്ടാണോ? എന്താണ്? എല്ലാരും കൂടി സംസാരിച്ച മിസ് ക്ലാസ് ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, വെരി ഗുഡ്. അതാരാ പറഞ്ഞേ? പ്രജിത. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു, ഇതൊന്നും നോക്കാതെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് ഒരാൾ പറഞ്ഞേ. ഇതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മാത്രം നോക്കാം. ആലോചിക്കണേണോ? നമ്മളെ കുറിച്ച് തന്നെ പഠിക്കുന്നേട്ടാ. അങ്ങനെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ദീപിക പറഞ്ഞേ. ദീപിക കേൾക്കുന്നുണ്ടോ? അസിയ ബസ്മല അങ്ങനെയാണോ പേര്? അസിയ. അസിയക്ക് എന്താ മനസ്സിലായത്? എല്ലാം കൂടി ഞാൻ ചുരുക്കി പറയാം. നമുക്ക് മിസ്സിന്റെ എന്ത് മനസ്സിലായെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഒരു പേഴ്സണ് ലൈക്ക് ഇപ്പൊ മാമിന് ഉണ്ട ക്വാളിറ്റി ഇപ്പൊ നമുക്ക് സെയിം ആയിട്ട് ഇപ്പൊ കാഴ്ച നമ്മളിപ്പൊ കാണുന്ന രീതി നമുക്കത് പല രീതിയിൽ കാണാൻ. ഇപ്പൊ നിങ്ങൾ മാം പറഞ്ഞ മാതിരി ഡാൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ നമ്മള് സംസാരിക്കുന്ന സൗണ്ട് വോയിസ് വേരിയേഷൻ ഉണ്ടാവും. ഡിഫറൻസ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉള്ള ഒരു സംഭവം അല്ലേ. അതുപോലെ തന്നെ നടത്തത്തിലായെങ്കിലും എല്ലാവർക്കും ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ എക്സ്പ്രസ് ആക്കുന്ന രീതി ആയെങ്കിലും നമ്മൾ ഇമോഷൻസും എക്സ്പ്രസ് ആക്കുന്ന രീതി ആയെങ്കിലും ചില ആൾ ഓവർ എക്സ്പ്രസീവ് ആയിരിക്കും, ചില ആൾ എക്സ്പ്രസീവ് അല്ലായിരിക്കും, ചില ആൾക്കാർ ഓവർ തിങ്കിങ് ആയിരിക്കും, ചില ആളൊന്നും തിങ്ക് ആക്കാതെ പെരുമാറുന്ന ആൾക്കാരായിരിക്കും. സോ അത് ഇൻഡിവിജ്വലില് എന്നാണ് പറയുന്നത്. എല്ലാരും ഒരേപോലെയല്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണല്ലോ. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ഒരു മക്കള് 2 മക്കൾ ഉണ്ടെങ്കിലും അതിൽ തന്നെ അവർക്ക് തന്നെ പല ഡിഫറൻസും ഉണ്ടാവും. ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരാൾക്ക് ഒന്നിന് ഇഷ്ടപ്പെടണമെന്നില്ല, പിന്നെ ഒരാൾക്ക് പിന്നെ ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോ ഒരു ടേസ്റ്റിൽ വരെ ഡിഫറൻസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് വ്യക്തികളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ? അത്രേ ഉള്ളൂ അല്ലെ? കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അസിയയുടെ നാട് എവിടെയാണ്? അസിയ കാസർഗോഡ്. കാസർഗോഡ്. അതാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ? അവിടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. കാസർഗോഡിലെ ലാംഗ്വേജ് അങ്ങനെയാണ് അല്ലെ? സ്ലാങ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് പറഞ്ഞത്. ഞാനതുകൊണ്ട് പെട്ടെന്ന് സംസാരിക്കാൻ വരലില്ല. എന്റെ ലാംഗ്വേജ് പ്രശ്നമായതുകൊണ്ട്. പിന്നെ ഇന്നിപ്പോ ആരും സംസാരിക്കാത്തോണ്ട് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളിപ്പോ എല്ലാ ജില്ലക്കാരോടും സംസാരിച്ചിരിക്കല്ലേ? ഓക്കെ, യെസ്. അപ്പോ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ആക്ടിവിറ്റി എന്താണ് തന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അത് പറഞ്ഞേ, ഞാൻ മറന്നു. Importance of individual difference. തന്നെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാട്ടോ. അല്ലെങ്കിൽ ആദ്യം അങ്ങനെ ശ്രമിക്കാം. എന്നിട്ടത് നിങ്ങൾക്ക് ഓക്കെ അല്ലെന്നാണെങ്കിൽ മാത്രം മറ്റെവിടെയെങ്കിലും ഒരു സോഴ്സ് അനുസരിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ മിസ്. എന്നിട്ട് ക്ലാസ്സിലൂടെ അവതരിപ്പിക്കണേ. ഓക്കെ, വേറെ എന്താണ് പിന്നെ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ആരാണ്? അത് എത്ര എഴുതേണ്ട? ഒരു പേജിൽ കവിയാതെയാണോ? ഒരു പേജ് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇമ്പോർട്ടൻസ് ആയാൽ മതി അതിൽ. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്.
ദിവ്യ ഓവർ തിങ്കിങ് ഡസ് നത്തിങ് ബട്ട് കിൽ യുവർ ഹാപ്പിനെസ്. അമിത ചിന്ത നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുകയല്ലാതെ ഒന്നും ചെയ്യില്ല. സൈൻ ഔട്ട് ബൈ ദിവ്യ ടിഎസ്. പറയണേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ആൾക്കാരെ എന്തോ മാം?